2 മാസമായി കാണാതായിരിക്കുന്ന അർജുൻ്റെ കുടുംബാംഗങ്ങൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് വൈകിട്ട് 6 മണിയോടെ ഈ പുഴയിൽ ഔദ്യോഗികമായി ഡ്രഡ്ജിങ് തുടങ്ങി. രാവിലെ 10 മണിയോടെ ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തിയെങ്കിലും വൈകിട്ട് 6 മണിയോടെയാണ് ഡ്രഡ്ജിങ്ങിനായിട്ട് ഈ ലോഹാംശം കണ്ടെത്തിയ സ്ഥലത്തേക്ക് എത്തിയത്. പ്രത്യേക പൂജകളൊക്കെ നടന്നിരുന്നു ഈ തെരച്ചിലിന് മുന്നോടിയായിട്ട്. ഇവിടുത്തെ MLA സതീഷ് കൃഷ്ണ സൈൽ, അതുപോലെ മഞ്ചേശ്വരം MLA MKM അഷറഫ്, ഇവിടുത്തെ കളക്ടർ, അതുപോലെ SP തുടങ്ങിയ എല്ലാവരും ഈ ഡ്രഡ്ജറിൽ ഈ പറയുന്ന സ്ഥലത്തെത്തി ഇതിൻ്റെ ഡ്രഡ്ജിങ്ങിന് തുടക്കം കുറിച്ചു. ഈ നാവികസേന ഈ ലോഹാംശം കണ്ടെത്തി എന്ന് പറയുന്ന ഒരു 500 മീറ്ററോളം വരുന്ന ഒരു പരിധിയുണ്ട്. അവിടെയാണ് ഡ്രഡ്ജിങ് ഫോക്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ലോറിയുടെ അവശിഷ്ടങ്ങളോ ലോറിയുടെ ക്യാബിനുകളോ ഒക്കെ ഉണ്ടോ എന്നാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അർജുനൊപ്പം ഈ പ്രദേശത്തെ 2 പേരെ കൂടെ കാണാതെ പോയിരുന്നു. അവരുടെ അവശിഷ്ടങ്ങളും തെരച്ചിലിന് ഒപ്പം ശ്രമിക്കുന്നുണ്ട്. തുടക്കത്തിലുള്ള തെരച്ചിലിൽ ഈ മരങ്ങളുടെ വേരുകളും മറ്റുമാണ് കണ്ടെത്തിയത്. എന്തായാലും ആദ്യത്തെ ദിവസം തെരച്ചിൽ ഭാഗികമായി നടന്നു. നാളെ രാവിലെ 8 മണി മുതലാണ് വീണ്ടും ഡ്രഡ്ജിങ് തുടങ്ങുന്നത്. 3 ദിവസത്തേനാണ് ഈ ഡ്രഡ്ജിങ്ങിനുള്ള കരാറും അതോടൊപ്പമുള്ള അനുമതിയുമുള്ളത്. അതോടൊപ്പം തന്നെ നാളെ ഈ കമ്പനിയുടെ തന്നെ നേതൃത്വത്തിലുള്ള മുംബൈയിൽ നിന്നുള്ള പ്രത്യേക ഡൈവിംഗ് വിദഗ്ധരെത്തി അവരും ഇവിടെ തെരച്ചിൽ നടത്തും. എന്തായാലും 3 ദിവസം ഇതൊരു പക്ഷേ അന്തിമമായി തെരച്ചിലായിരിക്കും. കാരണം ഈ 60 ദിവസത്തിനുള്ളിൽ 3ാമത്തെ മിഷനാണ് അർജുനെയും ലോറിയെയും കണ്ടെത്താനുള്ള തെരച്ചിൽ ഒപ്പം നടക്കുന്നത്. എന്തായാലും 3 ദിവസം പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. എന്തെങ്കിലും അനുകൂലമായ വാർത്തകൾ കിട്ടും എന്നത് തന്നെ. അർജുൻ്റെ കുടുംബം പ്രതീക്ഷിക്കുന്നത് ലോറി കിട്ടും, ലോറിയുടെ ക്യാബിനിൽ അർജുൻ്റെ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളെങ്കിലും ഉണ്ടാകുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് അവരും പോകുന്നത്. എന്തായാലും അവരുടെ പ്രതീക്ഷകൾ അത് സഫലമാകട്ടെ എന്ന് കാത്തിരിക്കാം. കാരണം ഒപ്പം 2 സർക്കാരുകളും, ഒന്ന് കർണാടക സർക്കാരും അതുപോലെ തന്നെ കേരള സർക്കാരും ഊർജിതമായി ഇത്തരമൊരു മിഷൻ, ഇത്രയും ദുർഘടമായൊരു മിഷൻ, അതായത് 2 മാസത്തിനുള്ളിൽ 3 മിഷനുകൾ അർജുനെ കണ്ടെത്തുന്നതിനും അർജുൻ്റെ ലോറി കണ്ടെത്തുന്നതിനുമായി തുടങ്ങുന്നു. അതിൻ്റെ ഔദ്യോഗികമായി തുടക്കം, അവസാനത്തെ മിഷൻ്റെ തുടക്കം ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി ഈ ഗംഗാവലി പുഴയിൽ നടന്നു. ക്യാമറമാൻ ബിനു പാവുമ്പയ്ക്കൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.